നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ വേൾഡ് കപ്പിൽ ഭയക്കേണ്ട പേരുകാരടങ്ങുന്ന ഒരു ടീം അർജന്റീൻ മാധ്യമം TYC സ്പോർട്സിൻ്റെ നിരീക്ഷണമാണ്. ആ ടീമായിട്ട് അവർ പറയുന്നത് ഫ്രാൻസിനെയാണ്. ഫ്രഞ്ച് ടീമിനെ ഭയക്കണം. വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് നമ്മൾ പതിയെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. 40 ദിവസങ്ങളോളമേ ഇനി വേൾഡ് കപ്പിനുള്ളൂ. അപ്പോൾ ഇത്തരമൊരു സന്ദർഭത്തിൽ ഇപ്പോൾ വേൾഡ് കപ്പിനുള്ള പ്രിലിമിനറി ലിസ്റ്റ് ഫിഫക്ക് ഓരോ ടീമിൻ്റെ കോച്ചുമാരും കൈമാറേണ്ട സമയമായി തുടങ്ങി. മെയ് 11 55 അംഗ ലിസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. ഫ്രാൻസ് തീർച്ചയായിട്ടും ഇത്തവണ അതിശക്തമായ ടീമും കൊണ്ടാണ് വരുന്നത്. 2018 ലോക ചാമ്പ്യന്മാരാണ് അവർ. 2022 അവർ ഫൈനലിലാണ് വീണുപോയത്. അപ്പോൾ ശക്തമായ ടീമുണ്ട്. ഫ്രാൻസിൻ്റെ സാധ്യതാ ലിസ്റ്റ് TYC സ്പോർട്സ് അനലൈസ് ചെയ്യുന്നു. നമ്മൾ നോക്കിയാണ് ആരൊക്കെയാണ് അവരുടെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഗോൾ കീപ്പർമാരായിട്ട് മൈക്ക് മൈഗ്നൻ, ലൂക്കാസ് ഷെവലിയർ, അതുപോലെ ബ്രൈസ് സാംബ, ആൽഫോൺസ് അരിയോല. സോ 3 ഗോൾ കീപ്പർമാരാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. സാധ്യതാ ലിസ്റ്റാണ് ഈ പറയുന്നത്. മികച്ച ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഡിഫൻഡേഴ്സ് നോക്കണം. അവർക്ക് പരിഗണിക്കാവുന്ന താരങ്ങൾ ബയേൺ മ്യൂണിക്കിൻ്റെ ഡായോ ടുപമെക്കാനോ, ക്രിസ്റ്റൽ പാലസിൻ്റെ മാക്സിൻസ് ലക്രോയ്സ്, ലിവർപൂളിൻ്റെ ഇബ്രാഹിമ കൊനാറ്റെ, ആഴ്സണലിൻ്റെ വില്യം സാലിബ, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ക്ലെമൻ ലോങ്ലെ, ചെൽസിയുടെ വെസ്ലി ഫൊഫാന, ബയർ ലെവർക്യൂസൻ്റെ ലോയിച്ച് ബെയ്ഡ്, യുവൻറ്റസിൻ്റെ പിഴെ കലൂലു, അൽ ഹിലാലിൻ്റെ തിയോ ഹെർണാണ്ടസ്, PSG ലൂക്കാസ് ഹെർണാണ്ടസ്, ആസ്റ്റൺ വില്ലയുടെ ലൂക്കാസ് ഡിഗ്നെ, റയൽ മാഡ്രിഡിൻ്റെ ഫെർലാൻ മെൻഡി, ചെൽസിയുടെ മാലു ഗസ്റ്റോ, ബാഴ്സലോണയുടെ ഹ്യൂൾസ് കുണ്ടെ, ഒളിമ്പിക് മാർസയുടെ ബെഞ്ചമിൻ പവാഡ്. ഇനി മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിലോ റയൽ മാഡ്രിഡിൻ്റെ ഔർലിൻ ഷ്വാമനി, ഫെഡർബാഷയുടെ എൻഗോളോ കാണ്ടെ, PSG വാറൻസെ റെമറി, റയൽ മാഡ്രിഡിൻ്റെ എഡ്വാർഡോ കമവിംഗ, AC മിലാൻ്റെ അഡ്രിയൻ റാബിയോട്ട്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ റയാൻ ചെർക്കി, റോമയുടെ മാനു കോനെ, യുവൻറ്റസിൻ്റെ കെഫ്രൻ തുറാം, ഫെണർബാഷയുടെ മാറ്റിയോ ഗ്യുൻഡോസി, AC മിലാൻ്റെ യൂസുഫ് ഫൊഫാന. മുന്നേറ്റത്തിലോ ബയൺ മ്യൂണിക്കിൻ്റെ മൈക്കൽ ഒലീസെ, അൽ നസറിൻ്റെ കിങ്സ്ലി കോമൻ, PSG ഡെസിയർ ഡൂ, മൊണോക്കോയുടെ മാഗ്നസ് അക്ലൂച്ച്, പിന്നെ ക്രിസ്റ്റൽ പാലസിൻ്റെ ജീൻ ഫിലിപ്പെ മാറ്റേറ്റ, റയൽ മാഡ്രിഡിൻ്റെ കിലിയൻ എംബാപ്പെ, PSG ഓസ്മാൻ ദെമ്പലെ, ടോട്ടനാമിൻ്റെ മാറ്റിസ് ടെല്ല്, ഇൻ്ററിൻ്റെ മാർക്കസ് തുറാം, ടോട്ടനാമിൻ്റെ രണ്ടാൽ കൊളമുവാനി, PSG ബ്രാഡ്ലി ബർക്കോല, അൽ ഹിലാലിൻ്റെ കരീം ബെൻസീമ ഇനിയിപ്പോൾ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എടുക്കില്ല, പക്ഷേ TYC സ്പോർട്സ് ആ ലിസ്റ്റ് കൂടി വെച്ചിട്ടുണ്ടെന്ന് മാത്രം. ലെൻസിൻ്റെ ഫ്ലോറിയൻ തൗഹിൻ, AC മിലാൻ്റെ ക്രിസ്റ്റഫർ എൻകുങ്കു, ജിറോണയുടെ തോമസ് ലെമാർ. അപ്പോൾ ഇതൊക്കെ സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം, ഈ 55 ലിസ്റ്റിൽ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കണക്കാണ്. പക്ഷേ എന്തായാലും ഞെട്ടിക്കുന്ന വമ്പൻ പേരുകളുണ്ട്. ഒലീസയെ പോലെ, ഡിസിയർ ഡൂവിനെ പോലെ, കിലിയൻ എംബാപ്പയെ പോലെ, ഒസ്മാൻ ഡെമ്പലയെ പോലെ ഇങ്ങനെയുള്ള കിടലൻ മുന്നേറ്റ നിര താരങ്ങൾ. മധ്യനിരയിൽ ഓർലിൻ ഷ്വാമനിയും വാറൻസെ റെമറിയും, അതുപോലെ റയാൻ ചെർക്കിയും, ഡിഫൻസിൽ അതുപോലെ ഉപമെക്കാനോ, കൊനാറ്റെ, സാലിബ. സോ ഇത് ഒരു വമ്പൻ ടീം തന്നെയായിരിക്കും. ഇത്തവണ ഭയക്കേണ്ട ടീമുകളിലൊന്ന് ശരിയാണ്, അത് ഫ്രാൻസ് തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.